വെൽക്കം ബാക്ക്. കോക്രോച്ച് ജനതാ പാർട്ടിയെ കേന്ദ്രം ഭയന്നു എന്നതാണ് ചോദ്യം. മധു. ഭയന്നു അല്ലെങ്കിൽ ഭയന്നു തുടങ്ങിയെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഞാൻ ചിന്തിക്കുന്നത് ആ കുട്ടികളെക്കുറിച്ചാണ്. 14 കുട്ടികൾ രാജ്യത്ത് നീറ്റ് പരീക്ഷയുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കുട്ടികളാണ്. ഈ കുട്ടികൾ നമ്മുടെ വീട്ടിലെ കുട്ടികളാണ്. നമ്മുടെ വീട്ടിലേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനെ വളർത്തുന്നത്, അതിൻ്റെ ബാല്യം, അതിൻ്റെ കൗമാരം, ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ, അതിൻ്റെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടേതുപോലെ ഈ പറയുന്ന ഏറ്റവും പാമരനായ മനുഷ്യൻ പോലും വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രമേൽ എഫേർട്ട് എടുക്കുന്നുണ്ടോ ഒരു കുടുംബത്തിലും എന്ന് ആലോചിക്കണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ, എന്തിൻ്റെ പരീക്ഷയുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു പോകുന്നത്. അവർക്ക് പലരുടെയും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കപ്പെട്ട ആത്മഹത്യാക്കുറിപ്പുകൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങൾ അവസാനിപ്പിച്ചു പോകുന്നത്. ഒരു പരീക്ഷ കഴിയുന്നു, അതിൻ്റെ സമ്മർദ്ദത്തെ പലരും അതിജീവിക്കുന്നു, വീണ്ടും ഒരു പരീക്ഷ വരികയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നീറ്റ് പരീക്ഷയ്ക്ക് 1 മിനിറ്റൊക്കെ താമസിച്ചെത്തുന്ന വിദ്യാർത്ഥികൾ, അല്ലേ? ഏതൊക്കെയോ ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന വണ്ടിക്കൊക്കെ കയറി വരുന്ന കുട്ടികളാണ്. 1 മിനിറ്റ് താമസിച്ചെത്തുന്ന കുട്ടികളോട് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഈ കാവൽക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൈയും കാലും പിടിച്ച് കരയുന്ന കുട്ടികളെ നമ്മൾ കണ്ടു. അച്ഛൻ കുഴഞ്ഞു വീഴുന്ന സമയത്ത് അവിടെ നിന്ന് അലറിക്കരയുന്ന ഒരു കുഞ്ഞിനെ ഈ നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടികളോട് യാതൊരു ഇളവും നൽകാത്ത, ശരിയാണ്, എല്ലാ പരീക്ഷകൾക്കും അതിൻ്റെതായ നിയമങ്ങളും സമയക്രമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എവിടെയാണ് നടത്തുന്നതെന്ന് കൂടി ഈ ഇളവുകളില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. നമ്മുടേതുപോലെ ഒരു വികസ്വര രാഷ്ട്രത്തിലാണ്. ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ് നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിന്ന് ഈ പറയുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള എത്ര സൗകര്യങ്ങൾ ഇനിയും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. താമസ സ്ഥലം നഗരങ്ങളിൽ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം സഞ്ചരിച്ച് വന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെയാണ് നമ്മൾ ഈ മർക്കടമുഷ്ടി കാണിക്കേണ്ടതുമാണ്. ഒരു പരിധി വരെ നിയമം കർശനമാണ്. പക്ഷേ അവിടെ ഈ പരീക്ഷ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആ സിസ്റ്റത്തിൽ ഈ പറയുന്ന വിട്ടുവീഴ്ച എത്രത്തോളം ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചു ചോദിച്ചാൽ അവർക്ക് എത്ര മറുപടിയുണ്ട്? അപ്പോൾ അങ്ങനെ ഈ പരീക്ഷ നടക്കുകയാണ്. മിടുക്കരായ വിദ്യാർത്ഥികളാണെന്ന് ആലോചിക്കണം. പണമൊന്നുമല്ല, മെറിറ്റാണ് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മിടുക്കരായ ഓരോ ക്ലാസ്സിലും അവരുടെ അധ്യാപകരുടെ, മാതാപിതാക്കളുടെ ഒക്കെ വലിയ പ്രതീക്ഷയുമായി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടപ്പിലാകുമോ എന്നുള്ളതാണ്. 14 കുഞ്ഞുങ്ങൾ മരിച്ചുപോയിട്ടും ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള ഭരണാധികാരികൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുക? BJP സംസാരിക്കുമോ? ഇന്ന് ഈ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇവിടുത്തെ യുവാക്കളുടെ ആഗ്രഹം, അവരുടെ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം, അവരുടെ സ്വപ്നങ്ങൾക്ക് പരിധിയില്ല എന്ന് പറയുകയാണ്. അതേ സ്വപ്നങ്ങൾക്ക് പരിധിയില്ലാത്ത വിദ്യാർത്ഥികൾ തന്നെയാണ് ജീവൻ ഉപേക്ഷിച്ചു പോകുന്നത്. അപ്പോൾ ആര് ചോദിക്കും? അദ്ദേഹത്തിൻ്റെ വകുപ്പ് മന്ത്രിയുടെ, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിയുടെ കീഴിലുള്ള ഈ സംവിധാനങ്ങൾക്കാണ് ഈ പിഴവ് വന്നതെങ്കിൽ അദ്ദേഹം ചോദിക്കണ്ടേ? അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം വേണ്ടേ? അദ്ദേഹം ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടക്കം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കേണ്ടേ? ഇങ്ങനെ ഒരു പിഴവുണ്ടായി, നമുക്കിത് പരിഹരിക്കേണ്ടതുണ്ട്, നമ്മൾ ഇതിനു വേണ്ടി ഈ ചുവടുവെപ്പുകൾ നടത്താൻ പോവുകയാണ്. രാജ്യത്തെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടക്കമുള്ള പൊതുപരീക്ഷകളുടെ മുഴുവനും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ വിപ്ലവകരമായ മാറ്റം കൊണ്ടുപോകാൻ പോകണം. എന്തെങ്കിലും കേട്ടോ? നമ്മൾ ആരെങ്കിലും മിണ്ടിയോ? ഒന്നുമില്ല. അപ്പം മരിച്ചുപോയ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എന്നതാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് CJP ഒരു രാഷ്ട്രീയ പ്രതിരോധമായി ഉയർന്നു. നമുക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ CJPക്ക് പിന്തുണ നൽകേണ്ടി വരുന്നത്? അവരൊക്കെ സമരം നടത്തി, ശരിയാണ്. CPM ഉം AIYF ഉം ഒക്കെ അവിടെ സമരം നടത്തുന്നുണ്ട്, SFI ഒക്കെ സമരം നടത്തുന്നുണ്ട്. പക്ഷേ CJP ഇത് പ്രതിഷേധിക്കേണ്ടതാണ് എന്ന വലിയ ക്യാമ്പയിനുകൾ നടത്തുകയാണ്. അപ്പോൾ അവരോടൊപ്പം അണിചേരുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ. നമ്മൾ പലരെയും കണ്ടു. ഇന്ന് പോലും ആം ആദ്മി പാർട്ടിയുടെ ഈ അതിഷി, മനീഷ് സിസോദിയ, അവരൊക്കെ അവിടെ വന്ന് ചർച്ച ചെയ്യുന്ന സമരത്തിൽ പങ്കെടുക്കുന്നതും കണ്ടു. കഴിഞ്ഞ ദിവസം CPMൻ്റെ കേരളത്തിൽ നിന്നുള്ള എത്രയോ നേതാക്കളെ നമ്മൾ കണ്ടു. നമ്മൾ KK ശൈലജ ടീച്ചറെ കണ്ടു. റഹീമൊക്കെ എത്രയോ തവണ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ KC വേണുഗോപാൽ പോയിട്ടുണ്ട്. ഇവരെല്ലാവരും ആ സമരത്തിന് വലിയ പിന്തുണ നൽകുന്ന സാഹചര്യം കൂടി നമ്മൾ കാണുകയാണ്. അപ്പം ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നു. ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടെ സമരത്തിൽ നിന്ന മാതാപിതാക്കളുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പലരുമുണ്ട്. അവരെയൊക്കെ കളിയാക്കിക്കൊണ്ട്, ഇപ്പം വ്യത്യസ്തങ്ങളായ ഈ സ്വത്തുമുള്ള ആളുകൾ അവിടെ വന്ന് സമരം നടത്തുകയാണെങ്കിൽ അവരെയൊക്കെ കളിയാക്കിക്കൊണ്ട് സമരം നടത്തുകയാണ്. വിവിധ സമരങ്ങളിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ കൂലിക്ക് സമരം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് അവരുടെ ചിത്രങ്ങൾ എടുത്തു വെച്ച് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ സമരത്തെ, അതിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും അതിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന, അവിടെ എത്തുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന സമരാവേശം വലുതാണ്. അഭിജിത്ത് ദീപ്കെ,
അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തന വിദ്യാർത്ഥിയാണ്. എവിടെയാണ് താമസിച്ചത്? സ്കോളർഷിപ്പോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. എന്തിനാണ്? അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു വളരെ സുരക്ഷിതമായ സാഹചര്യമുണ്ടല്ലോ. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നറിയാതെ ഈ രാജ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. കോൺസ്റ്റിറ്റ്യൂഷനാണ് എൻ്റെ കവചം എന്ന് പറയുകയാണ്. അവിടെ നിന്ന് സമരം തുടങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പങ്കാളിത്തം കുറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അവരതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. 100 പേർ മാത്രം ഉണ്ടാകുന്ന സമര ദിവസങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നും കഴിഞ്ഞ സോനം വാങ്ചുക്കിന്റെ സമരം ഇതിന്റെ വലിയ തോതിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ സമരവും അദ്ദേഹത്തിന്റെ നിരാഹാര സമരവും തുടങ്ങുന്നു. നിരാഹാര സമരത്തിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. നേരത്തെ സുനിൽ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തുണി വെച്ച് മറച്ച് കൊണ്ടുപോവുകയാണ്. രാജ്യം കാണേണ്ടാത്ത കാഴ്ചകളാണ് എന്ന് അധികാരം തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് അഭിജിത് ദി കെ ആ സമരം ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ജന്തർ മന്ദറിലേക്ക് മാത്രമല്ല, ഈ പാർലമെന്റിന്റെ കവാടത്തിലേക്കടക്കം 100 ആളുകൾ സംഘടിച്ച് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ഈ 5000 പേരെ പ്രതീക്ഷിച്ചിരുന്ന 12,000-ലധികം പേർ അവിടെ സമരവുമായി വന്നു നിൽക്കുന്നത്. അത് ഗുജറാത്തിൽ നിന്ന്, ലഖ്നൌവിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി വരികയാണ്. കർഷക സമരത്തിൻ്റെതുപോലെയുള്ളൊരു മൂവ്മെന്റ് വരുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അവരുടെ സമരമാർഗം അഹിംസയാണ്. പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്ന് എഴുതി വെച്ച ബാനറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് അവർ ആ ജന്തർ മന്ദറിന് പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ ദില്ലി പോലീസ് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ്. ഇന്ന് കണ്ട ചില ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. ഫൈബർ ലാത്തി ഒടിഞ്ഞു പോയിട്ട് അതിന്റെ പിടികൾ കിടക്കുകയാണ്. എങ്ങനെയാണ് ഒടിഞ്ഞത്? സാധാരണ മനുഷ്യന്റെ, വിദ്യാർത്ഥികളുടെ പച്ചമാംസത്തിലേക്ക് അടിച്ച ലാത്തി ഒടിഞ്ഞു പോകണമെങ്കിൽ എത്ര വലിയ മർദ്ദനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. രഞ്ജിനി ഹരിദാസ് കുറച്ചു മുമ്പ് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേർന്നു. അത് ഒരു ഉൾവിളി കൊണ്ട് പോകുന്നതാണ്. എനിക്ക് പോകണമെന്നുണ്ട്. ഇത് കടുത്ത അനീതിയാണ്. ഇത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. അവിടെ പോകേണ്ടതുണ്ട്. ഇതൊരു തോന്നൽ അടിസ്ഥാനപരമായി ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നതുകൂടിയുണ്ട്. ഒരു സമരം ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്നത് പോലെയല്ല. ജനങ്ങളുടെ ഉള്ളിൽ കടുത്ത അനീതി ഉണ്ടായി എന്ന തോന്നലിൽ നിന്ന് അവർ ആ സമരത്തിന്റെ ഭാഗമാക്കാകുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ നിങ്ങൾക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ നാളത്തെ ഭാവിയാണ്, നാളത്തെ ഇന്ത്യയാണ്. അവരുടെ ഈ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവരുടെ സമരത്തിന്റെ ലക്ഷ്യത്തെ, അവരുടെ നീതിബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ടൊന്നും ഒരു സർക്കാരിനും ഒരു അധികാര കേന്ദ്രത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ നിന്ന് അത് വളർന്ന് പന്തലിക്കുകയുള്ളൂ. പക്ഷെ അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ വട്ടി വെട്ടി വെച്ച് കൊടുക്കുന്നത് പോലെ ആകരുത് ആ സമരമാർഗം എന്നതുകൂടിയുണ്ട്. അത് അഭിജിത് ദിക്കെ തന്നെ പറഞ്ഞതാണ്. ഇതിൽ ഒരു ചുവട് പിഴച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഏറ്റവും ആത്യന്തികമായി അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. സോനം വാങ്ചുക് ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെയാണ്. അഭിജിത് ദിക്കെ ഏത് സമയത്ത് വേണമെങ്കിലും അറസ്റ്റിലാകാം. പുതിയ നേതാക്കൾ ഉയർന്നു വരുമോ എന്നറിയില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആരോപണം. CPM അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷം പിന്തുണ നൽകുന്ന സമയത്ത് അവർ ഹൈജാക്ക് ചെയ്യുകയാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യമാണ് എന്നാണ് പറയുന്നത്. Meet the editors.